ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ UPSC ആൻസർ റൈറ്റിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെലൈക്കണും പ്രസ് ചെയ്യുക. ആൻസർ റൈറ്റിംഗിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളൊരു ബിഗിനർ ആണ്, അതായത് UPSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ആൻസർ റൈറ്റിംഗിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ പൊളിറ്റി ടോപ്പിക് പഠിച്ചു. എന്താ പഠിച്ചത്? ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ആ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഞാൻ പഠിച്ചത് എന്താണോ, അതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്നത് എന്താണോ, അത് ചുമ്മാ അന്ന് എഴുതി നോക്കുക. ഇപ്പൊ ഒരു പേപ്പർ എടുക്കുക, അതിലേക്ക് ഇന്ന് ഞാൻ പഠിച്ചത് എന്താണോ അത് എഴുതി നോക്കുക. അത്രേ ഉള്ളൂ. ആദ്യം എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് കുറച്ച് എഴുതുക. ഞാനിപ്പോ എന്ത് ടോപ്പിക് പഠിക്കുന്നോ അതിനെക്കുറിച്ച് എഴുതി നോക്കുക. ദാറ്റ്സ് ഇറ്റ്. ഞാനെന്നല്ല, നിങ്ങളിപ്പോ എന്ത് ടോപ്പിക്കാണോ പഠിക്കുന്നത് അതിനെ കുറിച്ച് ഒരു എന്താ പറയാ, ഒത്തിരി ഒന്നും എഴുതണ്ട, അതിനെക്കുറിച്ച് ഒരു പേജ് കവിയാത്ത രീതിയിൽ എഴുതി നോക്കുക. അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം. അതായത് എന്താ, എല്ലാ ദിവസവും ഒരു ദിവസം എഴുതി, ഇനി ഞാൻ അടുത്ത ആഴ്ച പ്രാക്ടീസ് ചെയ്യാം, അടുത്ത ആഴ്ച ആൻസർ റൈറ്റിംഗ് നോക്കാം, അല്ലെങ്കിൽ വീക്കെൻഡിൽ നോക്കാം, അങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? എല്ലാ ദിവസവും UPSC ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം. ഒത്തിരി ഒന്നും വേണ്ട, പഠിച്ച കാര്യങ്ങൾ തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടായിക്കോട്ടെ, അങ്ങനെ എന്ത് ചെയ്യണം? ജസ്റ്റ് എന്താണോ പഠിച്ചത് അതിനെക്കുറിച്ച് എഴുതി നോക്കണം. പിന്നെ ഉള്ള ഒന്നാണ്, UPSC ടോപ്പേഴ്സിന്റെ ആൻസേഴ്സ് എന്ത് ചെയ്യണം? അതൊക്കെ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അതിന് PDF കിട്ടും. അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നമ്മൾ എഴുതുന്ന ആൻസർ എന്താണോ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുക നമ്മൾ, എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ആൻസർ എഴുതുന്നു. ടോപ്പിക് പഠിച്ചിട്ടുണ്ടാവണം, അതിനെക്കുറിച്ച് നമ്മൾ ആൻസർ എഴുതണം. അതുപോലെ തന്നെ ഈ UPSC ടോപ്പേഴ്സിന്റെ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അതേ സബ്ജക്റ്റിനെ കുറിച്ച് അവർ എഴുതിയേക്കുന്ന ആൻസറും നമ്മുടെ ആൻസറും നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്ത് നോക്കണം. അപ്പൊ അതിലെന്തേലും എന്താ പറയാ, നമ്മൾ തമ്മിൽ എഴുതിയതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അവരെങ്ങനെയാണ് ആൻസർ എഴുതിയേക്കുന്നത് എന്നുള്ള രീതിയൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മുടെ ആൻസേഴ്സിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെ അല്ല എങ്കിൽ എന്ത് ചെയ്യണം? അതുപോലെ അവരുടെ അപ്രോച്ച് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു രീതിയിൽ നമ്മളും ആൻസർ എന്ത് ചെയ്യണം? എഴുതി നോക്കണം. അതാണ് എന്ത്? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നാലാമത് വരുന്നത് എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് എക്സാം വരുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കണം. അത് നമ്മൾ പഠിച്ച ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുക, അതിനെക്കുറിച്ച് ആൻസർ എഴുതി നോക്കുക. ആ ഒരു ആൻസർ നല്ല രീതിക്ക് എഴുതി നോക്കുക. എന്നിട്ട് ചെക്ക് ചെയ്യുക, ഞാൻ എഴുതിയത് കറക്റ്റ് ആണോ, അതിലത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്? ജനറൽ സ്റ്റഡീസ് ടോപ്പിക്സ്. എന്ത് ചെയ്യണം? ആൻസർ റൈറ്റിംഗ് നമ്മൾ നടത്തുമ്പോൾ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതലും ജനറൽ സ്റ്റഡീസ് ടോപ്പിക്സിന്റെ തന്നെ ആൻസേഴ്സ് എന്ത് ചെയ്യണം? റൈറ്റ് ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. അതായത് ഒരു ആൻസർ എഴുതാൻ എനിക്ക് എത്ര ടൈം വേണം, അത് പ്രാക്ടീസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് UPSC സിവിൽ സർവീസ് എക്സാം എഴുതാൻ ചെല്ലുന്ന ടൈമിൽ ഓക്കെ ഞാൻ ടൈം മാനേജ് ചെയ്തോളാം എന്ന് ഓർത്തിരുന്നാൽ ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഇത്ര മിനിറ്റിൽ എനിക്ക് ഈ ഒരു ആൻസർ എഴുതി തീർക്കണം, എന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മെയിൻസിലെ എല്ലാ ആൻസേഴ്സും എഴുതാൻ പറ്റത്തുള്ളൂ എന്നോർത്തിട്ട് ഇപ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെന്താണ്? അതും ശ്രദ്ധിക്കണം. പിന്നെ എന്താണ്? നമ്മുടെ ആൻസേഴ്സ് ടു ദ പോയിന്റ് ആയിരിക്കണം. അല്ലാതെ വലിച്ചു വാരി എഴുതി വെച്ചിട്ട് കാര്യമില്ല. ആൻസേഴ്സ് എല്ലാം എന്താണ്? കറക്റ്റ് ഓർഡർ ഉണ്ടായിരിക്കണം, കൂടാതെ ടു ദ പോയിന്റ് ആയിരിക്കണം. പിന്നെ ഉള്ള ഒന്നാണ് കൺക്ലൂഷനും ഇൻട്രൊഡക്ഷനും. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം ആൻസറിന്, കൂടാതെ നല്ലൊരു കൺക്ലൂഷനും ഉണ്ടായിരിക്കണം. സോ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ആൻസർ റൈറ്റിംഗിൽ ശ്രദ്ധിക്കാനുള്ളത്? കൺക്ലൂഷൻ, ഇൻട്രൊഡക്ഷൻ, ടു ദ പോയിന്റ് ആയിരിക്കണം ആൻസേഴ്സ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം, GS ടോപ്പിക്സിന്റെ മേലിൽ എന്താ പറയാ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തണം, ടൈം മാനേജ്മെന്റ് നടത്തണം. പിന്നെ എന്താണ്? UPSC ടോപ്പേഴ്സിന്റെ ആൻസേഴ്സുമായിട്ട് നമ്മുടെ ആൻസർ കമ്പയർ ചെയ്ത് നോക്കണം. എപ്പോഴും അവരുടെ ആൻസർ പോലെ തന്നെ അങ്ങനെയല്ല, എന്ത് ചെയ്യണം? അവർ UPSC ടോപ്പേഴ്സ് ആണ്, അവരുടെ ആൻസേഴ്സ് നല്ലതാണ്. ഏകദേശം അവരുടെ UPSC ടോപ്പേഴ്സ് ഇപ്പം 2018 ആയിക്കോട്ടെ 19 ആയിക്കോട്ടെ, അവരുടെയൊക്കെ ആൻസർ അവരുടെ ഒരു എന്താ പറയാ, അവർ ആൻസർ എഴുതുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം?
മനസ്സിലാക്കിയിട്ട് അതുപോലെ ആൻസേഴ്സ് എഴുതണം. അതുപോലെ തന്നെ എന്താണ്, എല്ലാ ദിവസവും ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തണം. അതായത് ഡെയിലി ഒത്തിരി ഒന്നും വേണ്ട, ഒരു ടോപ്പിക് മതി. ഒരു ടോപ്പിക് ആണെങ്കിൽ ഒരു ടോപ്പിക് എന്ത് ചെയ്യണം, നമ്മൾ ആൻസർ റൈറ്റിംഗ് നടത്തിയിരിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് എന്ത്, UPSC ആൻസർ റൈറ്റിംഗിൽ നമ്മൾ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ പറഞ്ഞു തന്നത്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെലൈക്കണും പ്രസ് ചെയ്യുക. താങ്ക് യു.